ഭാര്യയെ ചീത്ത പറയുന്നവർ ഈ ഉസ്താദ് പറയുന്നത് ഒന്ന് കേട്ടുനോക്കൂ. എങ്ങനെയാണ് വൈവാഹിക ജീവിതം വേണ്ടത്? പരിശുദ്ധ ഖുർആൻ കുറേയേറെ അത് സംബന്ധമായി പറയുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പെണ്ണിൽ നിന്ന് കിട്ടാൻ, അത്തരം അവകാശങ്ങളൊക്കെ പെണ്ണിന് നിങ്ങളിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. നല്ല രീതിയിൽ ബിൽ മഅറൂഫ്. നമ്മളൊരു പെണ്ണിൽ നിന്ന് എന്തൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നു നോക്കുങ്ങള്. അവൾക്ക് കുറെ മോഹങ്ങൾ ഉണ്ടാവും. നമ്മളെടുത്ത് വന്നാൽ അതെല്ലാം തീർന്നു, ഇനി ഒരിക്കലും അതൊട്ട് മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന അവസ്ഥ വരരുത്. കുറെ സ്വപ്നങ്ങൾ ഉണ്ടാകും. സ്വപ്നം കാണാൻ പറഞ്ഞാൽ വലിയൊരു സംഗതിയാണ്. അപ്പൊ നാം കുറെ സ്വപ്നങ്ങളുമായി നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പെൺകുട്ടി, അതോടൊപ്പം മൊത്തം അങ്ങോട്ട് തീർന്ന് തകർന്ന് ഇനി അവർക്കിഷ്ടല്ല, അതുകൊണ്ട് അത് പറ്റൂല എന്നും പറഞ്ഞിട്ട് അന്തർമുഖയാവരുത്. മതം അനുവദിക്കുന്ന സ്വപ്നങ്ങൾക്കൊക്കെ ഭർത്താവ് കൂട്ടുനിൽക്കണം. നോക്കുങ്ങള്, സ്വപ്നങ്ങൾക്ക് നമ്മൾ കൂട്ടുനിൽക്കണം. അവൾക്ക് അവളുടെ ഒരു ഉമ്മാന്റെ വീട്ടിലേക്കൊന്ന് പോകണം, അവിടെ അവളെ ജ്യേഷ്ഠത്തി വരുന്നുണ്ട്, ഇന്നിപ്പോ ശരിയാവില്ല, ഇന്ന് ശരിയാത്ത, ഇന്നിപ്പോ ലീവുള്ള ദിവസമല്ലേ പോണ്ടത്. നമ്മൾ അതിന് സംവിധാനം ഒരുക്കി കൊടുക്കണം. കുടുംബബന്ധം ചേർക്കുക എന്നുള്ള ഒരു പുണ്യം അവിടെ കിട്ടും. പെണ്ണിന് മാനസികമായൊരു സന്തോഷം കിട്ടുക എന്നുള്ള ഒരു ഗുണം അവിടെ കിട്ടും. നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നത് വഴിയുള്ള ധാരാളം ഇസ്ലാമികമായ ഗുണങ്ങൾ വേറെ കിട്ടും. എല്ലാത്തിനും വിലങ്ങായിട്ട് അത് ശരിയാവില്ല, അതിന് പോകാൻ പറ്റൂല. നമ്മളെ കുട്ടീനെ ഇന്ന സ്കൂളിൽ ചേർക്കണം എന്നാ പെണ്ണിന്റെ ഒരു മോഹമുണ്ട്. നമ്മൾ അന്വേഷിച്ച് നോക്കുക, ആ സ്കൂളിൽ എന്തെങ്കിലും തകരാറുണ്ടോ? ഇല്ല. അവള് പറയണമാതിരി നല്ല ഉഷാറുണ്ട്, എന്നാ നമുക്ക് അവിടെ കൊണ്ടുപോയി ചേർക്കാന്ന് വിചാരിക്കണം. അപ്പൊ കുറച്ച് ചെലവ് കൂടുതലാണ്, അത് വിഷയാക്കണ്ട, ഭാര്യന്റെ ഒരു മോഹല്ലേ. പിന്നെ വല്ല ദോഷം ഉണ്ടാവണം, ഒരു ദോഷമല്ല, പ്രത്യേകിച്ച് ഗുണമാണ്. ഇങ്ങനെയുള്ള ഹലാലായ മോഹങ്ങൾക്കൊക്കെ നമ്മൾ ഒപ്പം നിൽക്കണം. സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. ആ സ്വപ്നം നെയ്തെടുക്കാൻ രണ്ടുപേരും ഒന്നിച്ചു തുഴയണം. അപ്പോഴാണ് മഹാവിപ്ലവങ്ങൾ ജനിക്കുന്നത്. അപ്പോഴാണ് വലിയ സംഗതികൾ ഉണ്ടാകുന്നത്. ചീത്ത പറയാം മനുഷ്യരുടെ മുമ്പിൽ വെച്ചിട്ട്, ചീത്ത പറയാം. അങ്ങനെ ശകാരിക്കാനൊന്നും അല്ലാഹു നമുക്ക് അധികാരം തന്നിട്ടില്ല. ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിർത്തണം. ചീത്ത പറയാ ഭാര്യനെ ആളുകളുടെ മുന്നിൽ വെച്ചിട്ട്. ഒരുങ്ങിയാടുണ്ടാവില്ല, ഇരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് ആട്ടുക. എല്ലാവരും നിൽക്കുന്ന സമയത്ത് ഒന്നിച്ചു പോകാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇറങ്ങിയപ്പോഴേക്ക് പെണ്ണ് ഇറങ്ങിയിട്ടില്ല. ഇദ്ദേഹത്തിന് നേരെ ഡ്രസ്സും മാറ്റി ഇറങ്ങിയാൽ മതി. അങ്ങേർക്ക് നിറച്ച് ഇവർക്കത് പോരാ. ഇവർക്ക് പലതും ചെയ്യണം. ജനലടക്കണം, വാതിലടക്കണം, വെന്റിലേഷനുകളൊക്കെ അടച്ചു വെക്കണം, അല്ലെങ്കിൽ സിറ്റൗട്ടിലൂടെ വന്ന് പാമ്പ് കയറി പോകും. അങ്ങനെ വരുന്ന സമയത്തുണ്ടാവും 4-5 പാത്രം കുഞ്ഞുങ്ങൾ ലാസ്റ്റ് വെച്ചിട്ട് ഭക്ഷണം കഴിച്ചത് അങ്ങനെ ഇട്ടിരിക്കുന്നത്. അത് ആരോഗ്യപരമായ മോശമാണ്, അത് കഴുകി വെക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ഡോർ പൂട്ടണം. ഒക്കെ ഇറങ്ങി വരുമ്പോഴത്തേന് 2 മിനിറ്റ് വൈകും. അപ്പോഴേക്ക് ഈ ജനങ്ങളുടെ മധ്യേ വെച്ചിട്ട് അങ്ങനെ തന്നെ ഉറക്കം തൂങ്ങി അങ്ങനെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ശകാരിക്കുക. പെണ്ണിനെ ശകാരിക്കാൻ ഇസ്ലാം എപ്പോഴാണ് നമുക്ക് സമ്മതം തന്നെ?